Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. Have a fantastic, positive day. എങ്ങനെയുണ്ട് നമ്മുടെ ലൈഫൊക്കെ? സ്ഥാനാർത്ഥികൾ നെട്ടോട്ട് ഓടുന്നു. അവരുടെ നിർദോഷികളായ പാർട്ടി പ്രവർത്തകരും അതിന് അനുഭാവികളും പുറകെ ഓടുന്നു. അത് രസമല്ലേ? ഈ ഗവൺമെൻറ്റിന് ആലോചിക്കാവുന്നൊരു കാര്യമുണ്ട്. ഇല്ലാത്ത കാശുണ്ടാക്കി പണയം വെച്ചും വസ്തു വിറ്റും ഈ പറയുന്ന പോലെ ബാനറും കൊടിതോരണവും മൈക്കും ഒക്കെ വെക്കേണ്ടതുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് കുറച്ച് ഫണ്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എക്സാക്റ്റ് അറിയില്ല. കൊടുക്കേണ്ടത് വർഷം കുറച്ച് പൈസ കൊടുക്കണം. എന്നിട്ട് ബാക്കി ഇപ്പോൾ ഈ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ മോൻ അതൊരു നല്ല മോഡലാണ്. അവർ വേറെ ഏതോ ഒരു മണ്ഡലത്തിലും ഇടതുപക്ഷ മണ്ഡലത്തിലും അങ്ങനെ വന്നിട്ടുണ്ട്. കൊടിതോരണങ്ങളില്ലാതെ, പോസ്റ്ററുകളില്ലാതെ, ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ ഓൺലി. അത് നല്ലതാണ്. കോടിക്കണക്കിന് രൂപ നമുക്ക് രാജ്യത്തിന് സേവ് ചെയ്യാൻ പറ്റും. ഇതിപ്പം വസ്തു വിറ്റും പണയം വെച്ചും എല്ലാമാണ് ഈ ആശാമാർ പോസ്റ്ററും ബാനറും ഒക്കെ അടിക്കുന്നത്. ഒരാൾ 10,000 അടിച്ചാൽ വേറെ ആൾ 12,000 അടിക്കും. വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന കാര്യം അതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. 10-50 പോസ്റ്റർ മാക്സിമം, 10-15 ബോർഡ് മാക്സിമം, അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടെന്നാണ്. ഇത് നന്നാവും. ഞാനൊരിക്കൽ സന്തോഷാ പറയുണ്ടായി. ഞാൻ ന്യൂസിലായിരുന്നപ്പോൾ ഒരു ഇലക്ഷൻ കണ്ടതാണ്. അവരുടെ ബസ് സ്റ്റോപ്പിലും അങ്ങനെ പൊതുസ്ഥലത്തൊക്കെ ഒരു ചെറിയ ബോർഡ്, അത് നല്ല ഭംഗിയുള്ള ബോർഡാണ്. അത് ഭരണകക്ഷിക്കാരൻ്റെ പേരുമുണ്ട്, മത്സരിക്കുന്ന എല്ലാവരുടെയും പേരുണ്ട്. അത് നല്ല ഗിൽറ്റിൽ അടിച്ചു വെച്ചിരിക്കുക. ഇപ്പോൾ നമ്മുടെ മൊബൈലിലും ടി വിയിലും ഒക്കെ അവർക്ക് പരസ്യം ചെയ്യാം. അങ്ങനെയുള്ളൂ. പരസ്യം എന്ന് പറഞ്ഞാൽ വലിയ പരസ്യമല്ല. ഐ എം സോ ആൻഡ് സോ ആൻഡ് ഐ എം കണ്ടക്ടിങ് ഫ്രം സോ ആൻഡ് സോ വാർഡ്, അത്രേ ഉള്ളൂ. ചിഹ്നവും കുത്തൊന്നുമില്ല അവിടെ. അതൊക്കെ ഒരു ഇല്ലിറ്ററസിയുടെ ഭാഗമായി, ചിഹ്നം അടയാളമൊക്കെ. അതൊക്കെ കളയേണ്ട കാലമായി. ഇന്ത്യയെ പോലൊരു ഡെവലപ്ഡ് കൺട്രിയിൽ ഈ ചിഹ്നത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പേര് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ആളുകളേ ഉള്ളൂ ഇവിടെ. ഇപ്രാവശ്യം നോക്കി അപരന്മാർക്കും വല്ല വോട്ട് കിട്ടുമല്ലോ നോക്കി. വെറുതെ കിട്ടത്തില്ല. കാരണം അനിൽകുമാറിന് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ അനിൽകുമാർ തന്നെ കുത്തും. അതിനുള്ള വിദ്യാഭ്യാസം വിവരമൊക്കെ നമുക്കായി. പിന്നെ ഈ ചിഹ്നവും ഈ ചുവരെഴുത്തുമൊക്കെ എന്തായാലും ചാണ്ടി ഉമ്മൻ അത് ചെയ്തത് നല്ല ഒരു മോഡലാണ്. വെരി ഗുഡ്. അവൻ നാടിനൊരു മോഡലായി. അവനോടൊപ്പം വേറെ ഒരു ആ മണ്ഡലത്തിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല. അതൊരു മണ്ഡലത്തിലുണ്ട് ഇങ്ങനെ പോസ്റ്ററും ബാനറും ഇല്ലാതെ ഒരു മണ്ഡലം കൂടി ഉണ്ട്. എന്നാൽ ആ മാന്യദേഹത്തെയും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഈ ഇലക്ഷൻ്റെ പേരും പറഞ്ഞ് എന്നാൽ ഈ കൂടെ കൊണ്ടു നടക്കുന്ന പാവപ്പെട്ട പ്രവർത്തകർക്ക് ഒരു 500 രൂപ വൈകിട്ട് വെച്ച് കൊടുക്കത്തില്ല. ഇച്ചിരി കപ്പയും കാച്ചിലൊക്കെ പുഴിഞ്ഞു കൊടുത്ത് കൊണ്ടു നടക്കുക. അവർക്കൊരു 1000 രൂപ വെച്ച് കൈ കൊടുക്കണം. നിങ്ങൾ ഈ പോസ്റ്ററും ബാനറും ഒക്കെ ഭാരിച്ച് ചില ഒഴിവാക്കുക. എന്നിട്ട് വീടാന്തരം കയറുക. പറ്റുമെങ്കിൽ സൈക്കിളിൽ പോവുക. ശരീരമൊക്കെ ഒന്ന് ഇളകേണ്ടി വരും, അനങ്ങേണ്ടി വരും. പറ്റുമോ? അത് നല്ല മോഡലാണ്. വി ഷുഡ് അപ്രിഷ്യേറ്റ് ദി ഗുഡ് ആൻഡ് വെർത്തി മോഡൽസ് ഫോർ അവർ സൊസൈറ്റി. ഓക്കെ, എന്തായാലും ഹായ്. ഞാൻ നമ്മളെ ചാണ്ടി ഉമ്മനൊരു ഹായ് പറയാം. മിടുക്കൻ. അയാളുടെ രാഷ്ട്രീയമായിട്ട് അല്ല അതിലൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ആ ഒരു മോഡൽ ദാറ്റ് ഷുഡ് ബി അപ്രിഷ്യേറ്റബിൾ. സോ ഐ വെൽക്കം ദാറ്റ്. ഓക്കെ. പിന്നെ നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ പോകുന്ന ആളുകൾക്ക് വൈകിട്ട് 1000 രൂപ വെച്ച് കൈ വെച്ച് കൊടുക്കാൻ. അല്ല, നമുക്കറിയാം നമ്മൾ നേതാക്കന്മാർ പറഞ്ഞാൽ അവർ പട്ടിണി പോവും. വീട്ടിൽ ചെല്ലുമ്പോൾ കഞ്ഞിവെള്ളമാണ് കുടിക്കുന്നത്. അവന് വീട്ടിൽ 2 കിലോ അരി മേടിച്ചുകൊണ്ട് ആളുടെ പൈസ കൊടുത്തു വിടണം. 1000 രൂപയെങ്കിലും കൈവച്ച് പ്രവർത്തകർക്ക് കൊടുക്കണം എന്നൊരു നയ സമീപനം എല്ലാവരും സ്വീകരിച്ചാൽ, ഗവൺമെൻറ് അത് ഇമ്പോസ് ചെയ്താൽ, ഇലക്ഷൻ കമ്മീഷൻ ഇമ്പോസ് ചെയ്താൽ, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ 500 രൂപയും അല്ലെങ്കിൽ തൊഴിലുറപ്പുകാരുടെ ഒരു കൂലിയും ബാക്കി അതായത് കാൻഡിഡേറ്റും കൊടുക്കാൻ പറഞ്ഞാലും നന്നായിരിക്കും. എന്തായാലും അതും വേണം. ഓരോരുത്തരെ കാണുമ്പോൾ സങ്കടമാണ്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചായ കൊടുക്കുക. നമ്മുടെ നാടായതുകൊണ്ടല്ലേ. പക്ഷെ കേരളത്തിന് പുറത്തതൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്കത് ചെയ്യണം, ശ്രദ്ധിക്കണം. എല്ലാം വേണം നമുക്ക്. ഇലക്ഷൻ വേണം, പ്രതിപക്ഷം വേണം, ഭരണകക്ഷി വേണം,
ഇലക്ഷൻ മാനിഫെസ്റ്റോ വേണം. മാനിഫെസ്റ്റോ ഇല്ലാതെ ആർക്കും വോട്ട് ചെയ്യരുത്. ചുമ്മാ വന്നേച്ച് ഞാൻ സ്വതന്ത്രനാന്നൊക്കെ പറഞ്ഞു തന്നാൽ ഓക്കെ, സ്വതന്ത്രനാണെങ്കിലും വാട്ട് ഈസ് യുവർ വിഷൻ, വാട്ട് വിൽ യു ഡു ഇഫ് യു വിൻ ഫ്രം അവർ കോൺസ്റ്റിറ്റ്യുവൻസി, യു മസ്റ്റ് ആസ്ക്. നമുക്ക് ചോദിക്കാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചോദിച്ചാൽ എന്താ നമുക്ക് ചെയ്യുക, അത് വ്യക്തിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും ചോദിക്കാം. അപ്പം പ്രകടന പത്രിക വേണം. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് എന്നും പറഞ്ഞ് കുറച്ച് ചാടിയിട്ടുണ്ട്. അവരും ഞാൻ വിജയിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് സമീപനത്തോടു കൂടെ നിൽക്കും, ഞാൻ വലതുപക്ഷ സമീപനത്തോടു കൂടെ നിൽക്കുമോ ഇടതുപക്ഷ സമീപനത്തോടു കൂടെ നിൽക്കുമോ, നാടിൻ്റെ വികസനത്തിൻ്റെ കൂടെ നിൽക്കുമോ, അവർ പറയട്ടെ. അല്ലാതെ ആരും അങ്ങനെ ജയിച്ചു പോകണ്ട എന്ന് നമ്മളങ്ങ് വിചാരിച്ചാൽ അത്രേ ഉള്ളൂ കാര്യം. അതുപോലെ തന്നെ ഈ ഇലക്ഷന് മത്സരിക്കുന്നവരുടെ ഏജ് അത് കമ്പൽസറിയായിട്ട് 60 വയസ്സാക്കേണ്ട കാലമായി. കാരണം ഒരു സാധാരണ ഉദ്യോഗസ്ഥനേക്കാൾ 10 ഇരട്ടി എനർജി ആവശ്യമുള്ള പണിയാണ് ഈ പൊളിറ്റിക്കൽ വർക്ക്. അപ്പോൾ അതിന് എനർജി കിട്ടണമെങ്കിൽ അവർ അധികം ഏജ്ഡ് ആകാതെ മത്സരിച്ച് ജയിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതായിരിക്കണം നമ്മുടെ ശൈലി, അതായിരിക്കണം നമ്മുടെ രീതി. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് പൊരുതാം. തീർച്ചയായിട്ടും നമ്മുടെ നാട് ഒത്തിരി മുമ്പോട്ട് പോവുകയാണ്. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇലക്ഷൻ വരും പോകും, നമുക്ക് ഗവൺമെൻറ്റുകൾ വരും, മിടുക്കന്മാരായ ആളുകൾ മുഖ്യമന്ത്രിയായും മന്ത്രിമാരായി വരും, ഉറപ്പ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ അരി പ്രശ്നമുണ്ടല്ലേ. നമ്മുടെ പഠനം നന്നായിട്ട് നടക്കണം, നല്ല വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകണം, വ്യവസായികൾ ഉണ്ടാകണം, വ്യാപാരി ശ്രേഷ്ഠന്മാരുണ്ടാകണം. അങ്ങനെ സമൂഹത്തിന് വേണ്ടി ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, സമൂഹത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരുങ്ങാം. ഓക്കെ, അപ്പോൾ അതിനുള്ള പരിശ്രമങ്ങൾ നമുക്ക് നടത്തണം. കൂടുതൽ എൻ്റർപ്രനേഴ്സ് വേണം, വ്യാപാരി പ്രമുഖന്മാർ വേണം. വ്യാപാരി പ്രമുഖന്മാർ തന്നെ ഒരു തട്ടുകട ഒരു ചെറിയ കട ഇട്ടിട്ട് അതല്ല ഉദ്ദേശിക്കുന്നത് വ്യാപാര ശൃംഖലകൾ, അങ്ങനെ കുറേ കൂടെ ഒരാൾ തന്നെ 30 പിരിയണം. 30 ശാഖകൾ തന്നെ 30 നമ്മൾ പിരിയുക എന്നുള്ളത്. അങ്ങനെയൊക്കെ ചിന്തിച്ച് സമൂഹത്തിന് സേവനം ചെയ്യാൻ നമുക്ക് കഴിയണം. ഓക്കെ, അനാവശ്യമായിട്ടുള്ള ഈ തെരുവിൽ വലിച്ചെറിയുന്ന പണം സ്വരൂപിക്കാൻ നമുക്ക്. ഓൾ ദി ബെസ്റ്റ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതിനുള്ള ശ്രമം നമ്മൾ നടത്തണം. അപ്പം ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടിപൊളിയായിട്ട് ഇലക്ഷൻ നടത്തണം. ഇലക്ഷൻ കാലത്തുള്ള നമ്മുടെ പഠനം, നമ്മുടെ തൊഴിലന്വേഷണം, വ്യാപാര സംരംഭകത്വത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് കൊണ്ടുപോകണം അല്ലേ. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. പ്രൈസ് അവർ ഗോഡ്.